സിനിമയിലെ വർക്കിൻ്റെ ഒരു കൾച്ചർ അനുസരിച്ച് പലപ്പോഴും ആരോഗ്യ സംരക്ഷണം ഏറ്റവും അവസാനത്തെ ചോയ്സായി മാറുന്ന ഒരു മേഖല കൂടിയാണ്. രാവും പകലും ഇല്ലാത്ത വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ഈ സമീപകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് രോഗാവസ്ഥയിലെത്തുകയും പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവർക്ക് ലഭ്യമാകുകയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഇത് വലിയൊരു ആശ്വാസവും എന്താ പറയുന്നത് വലിയൊരു പിന്തുണയുമാണ്. അത് വളരെ മാതൃകാപരമായിട്ട് ഫെഫ്ക അത് ചെയ്തു എന്നുള്ളതിൽ ഒരു ഫെഫ്ക അംഗം എന്നുള്ള നിലയ്ക്ക് ഏറെ അഭിമാനവും സന്തോഷവും. ഫെഫ്ക ഒരു കരുത്തുറ്റ തൊഴിലാളി സംഘടനയാണ്. മറ്റ് ഇൻഡസ്ട്രികളൊക്കെ നോക്കുമ്പോൾ മലയാള ഇൻഡസ്ട്രി ചെറുതാണെങ്കിലും സംഘടന വലുതാണ്. സംഘടന വരുന്ന മലയാള സിനിമകളെ എത്തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതാണ് സംഘടനാശേഷി തീർച്ചയായിട്ടുമല്ലോ. ഒരു ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിനും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനുമൊക്കെ അതിൻ്റെ ചലച്ചിത്ര തൊഴിലാളികളുടെ സംഘടനകൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു റോളാണ് സത്യത്തിൽ ചലച്ചിത്ര സംഘടനകൾ പ്ലേ ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള ടെക്നീഷ്യൻസും ഉള്ള സംഘടനയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അത് ഇന്ത്യയിൽ തന്നെ വളരെ മാതൃകാപരമായിട്ട് ഇത്രയോ കാലം ഇൻഡസ്ട്രിയിലെ നെടുന്തൂൺ എന്ന പോലെ പിടിച്ചു നിർത്തിയ ഒരു സംഘടന തന്നെയാണ് ഫെഫ്ക. അതിൽ സംശയമില്ല. സിനിമയുടെ കാര്യം വരുമ്പോൾ 2024 വരുമ്പോൾ മലയാളം ഇൻഡസ്ട്രി കുറച്ചുകൂടി കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ 2024 വരുമ്പോൾ ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾ വരുന്നു, അതേപോലെ തന്നെ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ വരുന്നു. മലയാള ഇൻഡസ്ട്രി ബോക്സ് ഓഫീസിലൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കുറച്ചുകൂടി കളക്ഷൻ എന്നുള്ള രീതിയിലേക്ക് മാറാൻ തുടങ്ങിയെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും അത് നമ്മളുടെ സിനിമകൾക്കുള്ള മാർക്കറ്റ് വലിയ രീതിയിൽ വലിപ്പം പ്രാപിച്ചിട്ടുണ്ട് എന്നാണ്. അത് പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം. പിന്നെ പുതിയ ആളുകളിൽ, പുതിയ ജനറേഷനിൽ തിയേറ്ററിൽ സിനിമ കാണുന്ന ആളുകളുടെ എണ്ണത്തിലും വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ആയി ആളുകൾ കാണുന്നുണ്ട്. ഏറ്റവും ചീപ്പസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതിലേക്ക് സിനിമ വീണ്ടും ശക്തമായി തന്നെ കൊറോണയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. റൈഫിൾ ക്ലബിൻ്റെ അപ്ഡേറ്റുകൾ എങ്ങനെയാണ്? റൈഫിൾ ക്ലബ്ബ് ഇപ്പോൾ ഒരാഴ്ചയായി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ തൊഴിലാളി സംഗമം കാരണം ഇന്ന് വർക്ക് ചെയ്യുന്നില്ല. അടുത്ത 30-35 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ട്. ഒരു ഗ്യാങ്സ്റ്റർ പടമാണോ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് പ്രേക്ഷകർക്ക്? അല്ല, ആളുകളുടെ പ്രതീക്ഷ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ ഒരു സിനിമയായിട്ട് വരാനാണ് ശ്രമിക്കുന്നത്. ഈ ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾ വന്നത് റൈഫിൾ ക്ലബ്ബ് പോലുള്ള സിനിമകളെ, അതുപോലെ പൃഥ്വി പറഞ്ഞു, കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പൃഥ്വി പറയുന്നുണ്ടായിരുന്നു പ്രേമലു, പ്രമേയുഗം, മഞ്ഞുമൽ ബോയ്സ്, ഈ സിനിമകളുടെ ഒരു കളക്ഷൻ ആടുജീവിതത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. അപ്പോൾ ഈ ഒരു സിനിമകളുടെ അണിയറ പ്രവർത്തകർക്കാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. അതെ, അത് വളരെ കറക്റ്റാണ്. കാരണം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലുള്ള ഈ ആടുജീവിതത്തിൻ്റെ പ്രീ ബുക്കിംഗ് കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. അത് വളരെ കറക്റ്റാണ്. ഏറ്റവും നല്ല സീസണിലാണ് ശരിക്കും ആടുജീവിതം റിലീസ് ചെയ്യുന്നതെന്നുള്ളത് വലിയ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്.